UDF ഏറ്റവും ഗൗരവത്തിൽ കാണുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമതശല്യം രൂക്ഷമാണ്. പക്ഷേ ഈ വിമതർ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. ഒരു വിമതൻ എനിക്കൊപ്പമുണ്ട്. സുദീപ് എന്നാണ് പേര്. അദ്ദേഹം പറയുന്നത് വിമതരെ കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് സൃഷ്ടിക്കുന്നത് എന്നതാണ്. തള്ളിവിടുകയാണ് സംഘി പാളയത്തിലേക്ക്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ഈ ഒരു പ്രതിഷേധം നമ്മളെ പാർട്ടിയെ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട്. DCC പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാരെ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ നമ്മൾ ഫോൺ മുഖാന്തരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ ഞാൻ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ പ്രവർത്തകരെ വികാരം എന്താണ്, അവരെ പ്രശ്നങ്ങൾ എന്താണ്, ആ പ്രശ്നങ്ങൾ ന്യായമാണോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമോ എന്നൊന്നും ചിന്തിക്കാതെ അവരൊരു വർഷക്കാലമായിട്ട് BJP പാളയത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള പാളയത്തിലൂടെ സഞ്ചരിക്കുന്നു എന്ന് വരുത്തി തീർക്കുകയാണ്. ഒരു കോൺഗ്രസിനെ പോലെ ഒരു 60 വർഷക്കാലത്തോളം ഇന്ത്യ മഹാരാജ്യം ഭരിച്ച ഒരു പാർട്ടി സ്വയം പറയുകയാണ് ഞങ്ങൾ കാരണമാണ്, നമ്മളിലെ പ്രവർത്തകരാണ് BJPയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BJPയുടെ വളർച്ചയ്ക്ക് മുഖ്യ കാരണക്കാർ കോൺഗ്രസ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം അപകടകരമായ രീതിയിലാണ് കാര്യങ്ങൾ പോവുക. അല്ലാണ്ട് ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് പെട്ടെന്നൊരു വിമത ശല്യവുമായിട്ട് കടന്നു വരാൻ മാത്രം വിഡ്ഢിയൊന്നുമല്ല ഞാൻ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസ്ഥാനം വേണം, പ്രസ്ഥാനം വളരണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. നിർണായകമായ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ജയത്തെ തുരങ്കം വയ്ക്കുന്നതല്ലേ താങ്കളുടെ പ്രവർത്തനങ്ങൾ? അങ്ങനെ കോൺഗ്രസിൻ്റെ ജയത്തെ ഒരിക്കലും നമ്മൾ തുരങ്കം വെക്കുക എന്നല്ല. കോൺഗ്രസ് തന്നെ കുഴി കുഴിച്ചിട്ട് തുരങ്കങ്ങൾ വെച്ച് കഴിഞ്ഞു. DCC നേതൃത്വമാണെങ്കിലും ശരി, മണ്ഡലം നേതൃത്വമാണെങ്കിലും ശരി, ആ തുരങ്കം വെച്ചതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളെ ഇപ്പം ഈ BM അടക്കമുള്ള സെലിബ്രിറ്റീസിനെ മേയർ കാൻഡിഡേറ്റൊക്കെ ആയിട്ട് കൊണ്ടുവരാന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിൽ ഇതിന് യോഗ്യരായിട്ടുള്ള സ്ഥാനാർത്ഥികളില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുക. അതായത് ഒരു മേയർ കാൻഡിഡേറ്റ് ആവാനുള്ള കാലിബറോ ക്വാളിറ്റിയോ ഉള്ള നേതാക്കന്മാർ കോൺഗ്രസ്സിനകത്ത് കോഴിക്കോട് ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ കോൺഗ്രസ്സിൽ ആര് പ്രവർത്തിച്ചാലും കോൺഗ്രസ്സിന് വേണ്ട അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ കടന്നു വരുന്ന സമയത്ത് പഴയ ആൾക്കാരൊന്നും പ്രവർത്തന മികവുള്ള ആൾക്കാരല്ല, അവർ മണ്ഡലത്തിന് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പ്രവർത്തകർക്കിടയിൽ സ്വാധീനം ചെലുത്തിയിട്ടില്ല എന്നുള്ള രീതിയിൽ ഇവരെന്നെ വരുത്തി തീർക്കുകയാണ്. അദ്ദേഹത്തെ സംഘീയ പാളയത്തിലേക്ക് തള്ളിവിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ്. അതായത് പാർട്ടിക്ക് അനഭ്യുതമായി ഏതെങ്കിലും പറഞ്ഞാൽ, വിമർശിച്ചാൽ അതിനെ സംഘീയ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു മാനദണ്ഡമായി ചിത്രീകരിച്ചുകൊണ്ടാണ് അവർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. ഏതായാലും അതിൽ അതൃപ്തി പരസ്യമാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ അതൃപ്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും പരിഹരിച്ചിട്ടില്ല. അതിനുശേഷമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.